അകത്തൊരു ഉണ്ട കിടപ്പുണ്ട്. ഉണ്ട ഉണ്ടെന്ന് നമുക്ക് പണ്ട് അറിഞ്ഞുകൂടാ. നമ്മളിതൊരു ഒരു ഗോളം വലിയ ഒരു കല്ല് കട്ടി പോലെ ഇരിക്കുന്ന പോലെ ആയിരുന്നു നമ്മൾ സങ്കല്പിക്കുന്നത്. അതിൻ്റെ മേളിൽ ഇച്ചിരി കുളത്തിൽ ഇച്ചിരി വെള്ളം നിൽക്കുന്നതായിട്ട് 20 വർഷമായിട്ടുള്ളൂ ഇതിനകത്തൊരു ഉണ്ടയുണ്ടെന്ന് മനസ്സിലായത്. അത് പിന്നെ അതെങ്ങനെയാണ് ഉണ്ടായെന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ ഇയാൾ കുഴയും. ആ ഉണ്ട നമ്മുടെ അകത്തുനിന്ന് ഈ ജൂപ്പിറ്ററും സാറ്റേണും ഒക്കെ ആകർഷിക്കുമ്പോൾ ഇത് ലൂസായിരിക്കുന്ന കാരണം കൊണ്ട് ഇതിന് മാറ്റങ്ങൾ ചെറുതായിട്ട് വരും. ചെറിയ മാറ്റങ്ങളാണ്, പക്ഷെ ആ മാറ്റം വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഉരുകിക്കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അഗ്നിപർവ്വതമായിട്ട് പൊട്ടി വരുന്നത്. ഇതിനെല്ലാം വ്യത്യാസം വരും. ശാസ്ത്രത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആള് അല്ലെ, ദൈവത്തെക്കാൾ കൂടുതൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ 2 വിശ്വാസങ്ങളല്ലേ, 2 വ്യത്യാസമുണ്ട്. അതെ അതെ. ഒന്ന് വിശ്വസിക്കാനേ പറ്റുള്ളൂ, മറ്റേതങ്ങനല്ല. മറ്റേത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. കണക്കാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യമെന്ന് വിചാരിക്കുന്ന ഒരു കാലം വരെ ഉണ്ടായിരുന്ന ആൾക്കാർ. കണക്കുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാവും എന്ന് വിചാരിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെയാണ് കണക്കിനെ ആരാധിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പൈതഗോറസൊക്കെ ആ സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൈതഗോറസിനെ ചുറ്റിപ്പറ്റി ഒരു കൾട്ട് തന്നെ ഉണ്ടായിരുന്നു. ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിനോട് ബന്ധപ്പെട്ട് നിന്നതായിട്ടായിരുന്നു ആദ്യം ജ്യോതിഷം നിന്നിരുന്നത്. അത് വെച്ച് നമുക്ക് ലോകത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രവചിക്കാൻ പറ്റുമായിരുന്നു. ജ്യോതിഷം വെച്ചിട്ട് പ്രവചിക്കാൻ കഴിയുമല്ലോ. അപ്പം നാളെ എങ്ങനെ വരും, എപ്പോൾ സൂര്യൻ ഉദിക്കും, എക്ലിപ്സ് എപ്പോൾ വരും, സീസൺ എപ്പോൾ വരും, എപ്പോൾ മഴ പെയ്യും, ഇതെല്ലാം പറയാൻ തുടങ്ങിയ സമയത്ത് ഈ കാണുന്ന ഗോളങ്ങളെല്ലാം നിലനിന്നുകൊണ്ടാണ് കൃത്യമായിട്ട് ഇതെല്ലാം സംഭവിക്കുന്നതെന്നായിരുന്നു നമ്മളത് കൺസീവ് ചെയ്തത്. അപ്പം അതുപോലെ പ്രവചനപരമായിട്ട് ഒത്തിരി ഫ്യൂച്ചർ കണ്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നതിനെയാണ് മനുഷ്യർക്ക് മറ്റ് ജീവികളെക്കാളും കൂടുതൽ ഭാവിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് 24 വർഷം വരുന്നതിൻ്റെ ഇച്ചിരി വരുന്നില്ലേ? ഇതുപോലുള്ള ചെറിയ വേരിയേഷൻ വലിയ നീണ്ട കാലയളവിൽ മീനിങ് ഉള്ളതായി മാറും. ഇതാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയാതിരിക്കുന്ന ഒരു പ്രപഞ്ചം കൂടെ ആണെന്ന് അറിയണം. അപ്പോൾ ഭൂമിയുടെ തിരിയുന്നതിൻ്റെ സ്പീഡ് കുറയുന്നു എന്ന് ഞാൻ പറയുമ്പം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവാസം കൂടിയുണ്ട്. അപ്പം നമ്മൾ ആകെ എടുത്തിരുന്ന ചന്ദ്രനും ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ടായിരിക്കും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും അപ്പുറത്തു നിന്ന് നിന്നിട്ട് ഭൂമിയെ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് എപ്പോഴും സംഭവിക്കുന്നതല്ല, വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്. കൈ ഒന്ന് കാണിച്ചിട്ട് അങ്ങ് അല്ലാതെ ആ വണ്ടികളെല്ലാം നിന്നതിന് ശേഷം റോഡ് ക്രോസ് ചെയ്യാമെന്ന് ഒരാൾ പഠിപ്പിച്ചു പോയാൽ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതായി പോകും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? കൈ ഇങ്ങനെ അങ്ങോട്ട് കാണിക്കും, ഞാൻ അങ്ങനെ നടക്കാൻ പോവുകയാണെന്ന് കാണിക്കുമ്പോൾ മറ്റുള്ളൊരു ബ്രേക്കും കൂടെ ചവിട്ടണ്ടേ? അങ്ങനെ ചവിട്ടിയാണ് നമ്മൾ അപ്പുറത്ത് പോകുന്നതെന്ന് അറിയണം. 1 വേക്കുള്ള റോഡിൽ പോയി നിന്നിട്ട് ഇടതുവശത്തോട്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അത് ചെയ്യും ആൾക്കാർ. അങ്ങനെയാണ് വിശ്വാസികൾ ഉണ്ടാകുന്നത്. വിശ്വാസി ഉണ്ടായി പോകുന്നത് അങ്ങനെയാണ്. ഒരു കാര്യമില്ലാതെ 1 വേ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇടതുവശത്തോട്ട് മാത്രം ഒരു വണ്ടി ഓടിക്കണ്ടെങ്കിൽ അപ്പുറത്ത് ചെന്നതിന് ശേഷമേ വലതുവശത്തോട്ട് വണ്ടി ഓടത്തുള്ളൂ. ഓയിൽ ആൻഡ് ഗ്യാസ്, ഫയർ ആൻഡ് സേഫ്റ്റി, വെൽഡിംഗ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടെക്സ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യൂ, ജോലി ഉറപ്പാക്കൂ. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിഗാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് ഗാലറി വിഷൻ മീഡിയ. മലയാളിക്ക് മുഖവരിയുടെ ഒരാവശ്യവുമില്ലാത്തൊരു വ്യക്തിയാണ് എന്നോടൊപ്പം. ഞങ്ങൾ ഇതിനു മുമ്പും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംവാദങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. മറ്റാരുമല്ല, ഏറെ പ്രിയപ്പെട്ട മൈത്രൻ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, സ്വാഗതം. നമസ്കാരം. എനിക്ക് സാറിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു കൂടുതൽ അറിവുകൾ കിട്ടുക എന്ന് പറയുന്നതാണൊരു അറിവ് വേണമല്ലോ ഒരു മനുഷ്യന്. അല്ലാതെ എത്രത്തോളം കിട്ടിയാലും സ്വീകരിക്കുക. ഈ നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ചിന്താ ഉപകരണം എന്നതിന് പറയുന്നത്, ടൂളുകൾ. അതെ. പിന്നെ നമ്മളിപ്പോൾ സ്കെയിലൊക്കെ കണ്ടുപിടിക്കത്തില്ലേ, നമ്മൾ അടിയുണ്ട്, അതുപോലെ ഉള്ള ചിന്താ ഉപകരണങ്ങളെ കിട്ടിയിട്ട് അത് നമ്മൾക്ക് അത് വെച്ച് നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് എന്തെല്ലാം തരത്തിൽ ബാക്ടീരിയ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തുന്നത് പോലെ, ടെലിസ്കോപ്പ് വെച്ചിട്ട് എത്ര ഗാലക്സികളുണ്ടെന്ന് നമ്മൾ ചുറ്റുപാടും നോക്കുന്നത് പോലെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അതുപോലെ കാണുന്ന കാര്യങ്ങളാണ് ഈ പുതിയതായി പറയുന്നു എന്ന് പറയുന്നത്. അതൊക്കെ അങ്ങനെ മാത്രമാണ്. നമ്മൾ അത് ഉപയോഗിക്കുന്നത് എത്രത്തോളം നമ്മളത് നമ്മുടെ ജീവിതത്തിനകത്ത് അത് എടുത്ത് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ടാണ് സൂക്ഷ്മമായിട്ടുള്ള ലോകങ്ങളെ പറ്റിയുള്ളത് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള അറിവുകൾ വരുന്നത്. തീർച്ചയായിട്ടും ഉള്ളൂ. അതുപോലെ തന്നെ ഈ സാറിന് ഞാൻ പലതവണ സാറിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിക്കും. സാറിനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ അനുകൂലിക്കുന്നവരാണെന്നാണ്. അതെങ്ങനെ അങ്ങനെ? കാരണം ബഹുഭൂരിപക്ഷം സാർ ഒരു ദൈവവിശ്വാസിയല്ല. സാർ ഒരു ഏത്തിസ്റ്റ് എന്ന് പറയാൻ പറ്റിയല്ലെന്ന് തോന്നുന്നു, അല്ലേ? ദൈവവിശ്വാസിയല്ല, പക്ഷേ ഏത്തിസ്റ്റ് എന്ന് സാറിനെ പൂർണ്ണമായിട്ട് പറയാൻ സാർ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ശാസ്ത്രത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആൾ അല്ലേ, ദൈവത്തെക്കാൾ കൂടുതൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ 2 വിശ്വാസങ്ങളല്ലേ, 2 വ്യത്യാസമുണ്ട്. അതെ അതെ. ഒന്ന് വിശ്വസിക്കാനേ പറ്റുള്ളൂ, മറ്റേതങ്ങനല്ല. മറ്റേത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ശാസ്ത്രം നമുക്ക് ലോകത്തിനെ മനസ്സിലാക്കുന്ന ടൂള് പോലെയാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക്
കൂടുതൽ അറിയാൻ പറ്റും. മറ്റേതങ്ങനെയല്ല, ആളുകൾ വിശ്വസിക്കുന്നിടത്താണ് നിൽക്കുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ അറിയുന്ന വശമല്ല, അറിയാത്ത വശത്തിനെയാണ് ഞാനത് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഓരോ തവണയും ലോകത്ത് പുതിയ പുതിയ രീതിയിൽ ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ചിന്താ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ അറിവും കാഴ്ചയും വ്യത്യസ്തമാകും, മാറി മാറി വരും. അതേ അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് കേരളത്തിൽ ബഹുഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവരാണ്. അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ബഹുഭൂരിപക്ഷം എന്ന് തന്നെ പറയാം. 90% എന്ന് പറയാം. ആ അത്രയും ദൈവവിശ്വാസികളുള്ള നാട്ടിൽ സാറിനെ ദൈവവിശ്വാസികളിൽ പോലും എനിക്ക് പലരും സാറിൻ്റെ ചില ആശയങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻ്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം തന്നെ ആ പറഞ്ഞ കാര്യമില്ലടാ എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അതെങ്ങനെയാണ് അത്ര സ്വാധീനിക്കാൻ സാറിന് പറ്റുന്നത്? എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതൊക്കെ ഉപയോഗിക്കുമ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. അതിനകത്ത് നമുക്ക് മിസ്ഇൻഫർമേഷൻസ് ഒക്കെ വരാം. കാരണം ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് കണ്ടിട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ട് അത് അങ്ങനെ അല്ലാതായി പോവാൻ തെറ്റിപ്പോവുകയൊക്കെ ചെയ്യാം. അതല്ല. പക്ഷെ ജനറലി ഞാൻ നേരത്തെ നമ്മൾ രണ്ടുപേരുടെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഒരു വിഹക വീക്ഷണം എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ തമ്മിലുള്ള കണക്ഷൻസ് കാണാൻ പറ്റും. താഴോട്ട് നമ്മൾ സൂക്ഷ്മമായ ലോകം മനസ്സിലാക്കാൻ പറ്റുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കണക്ഷൻസ് കാണാനൊക്കത്തില്ല. ഇതാണ് സ്പെഷ്യലൈസേഷൻ കൊണ്ടുണ്ടാകുന്ന അത് സൂക്ഷ്മമായ ലോകം കിട്ടും, പക്ഷേ കണക്ഷൻസ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിണക്കി പറയുക എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഉദാഹരണ സഹിതം നമ്മളാ പറഞ്ഞു വന്നത് ജനങ്ങളിൽ കൂടി എത്തട്ടെ. ആ ഉദാഹരണ സഹിതം തന്നെ ഒന്ന് വ്യക്തമായി പോയാലോ? സാറിനോട് ഞാൻ ചോദിച്ചത് കാലാവസ്ഥ നിരീക്ഷണം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിൽ സാർ വിശ്വസിക്കുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അത് വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ സാർ അവതരിപ്പിച്ചു. അതൊന്ന് പൊതുജനങ്ങളിലേക്കും കൂടി എത്തുകയാണെങ്കിൽ, കാരണം ഇപ്പം നല്ല മഴക്കാലം വരാൻ പോവാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും ഇത്ര ദിവസം മുമ്പ് മഴ വരും എന്ന് പ്രവചിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലെത്രത്തോളം വിശ്വാസ്യതയുണ്ട്? ഞാൻ പണ്ടേ തൊട്ട് കാലം ഗണിക്കുക എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അത് തുടങ്ങുന്നത് അതിനെയാണ് ഗണിതം. അതെ അതെ, ഗണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലോകത്ത് മാത്തമെറ്റിക്സ് വികസിപ്പിക്കുമ്പോഴാണ് നമുക്ക് അതുവരെ മനസ്സിലായതുപോലെ അല്ലാതെ ലോകത്തിനെ മനസ്സിലാക്കാൻ പറ്റും. കണക്കാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യമെന്ന് വിചാരിക്കുന്ന ഒരു കാലം വരെ ഉണ്ടായിരുന്ന ആൾക്കാർ. കണക്കുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാകും എന്ന് വിചാരിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെയാണ് കണക്കിനെ ആരാധിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൈതഗോറസൊക്കെ സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൈതഗോറസിനെ ചുറ്റിപ്പറ്റിയ ഒരു കൾട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, പഴയ കാലത്തെ ഈ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ യന്ത്രം എന്നവർ പറയും, അരക്കൊക്കെ കെട്ടിയിടുക ആൾക്കാർ, അത് ജോമെട്രി ആദ്യമായിട്ട് പഠിച്ച സമയത്ത് അത് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നും ലോകത്ത് ചെയ്യാൻ പറ്റുമെന്നും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീടൊക്കെ വെക്കുന്നതിനെ പറ്റിയുള്ള ഈ ജോമെട്രി മനസ്സിലായപ്പോഴാണ്. അപ്പോൾ അതൊരു വലിയ രഹസ്യമായിട്ട് അന്ന് ആൾക്കാർ എല്ലാവർക്കും പറഞ്ഞൊന്നും കൊടുക്കത്തില്ല. ഞാനിതിൻ്റെ ഇത് കാണിച്ചു തരാം, എങ്ങനെ നമുക്ക് മേപ്പോട്ട് പണിയുമ്പം ഇത് വീഴാതെ പണിയാം എന്ന് പറയുന്നതിനൊരു ടെക്നിക്കുണ്ട് എന്ന് അവരിങ്ങനെ പറയുന്ന നിലവാരത്തിൽ. അപ്പോൾ ജോമെട്രിയെ പറ്റിയുള്ള അറിവ് ഭയങ്കരമായിട്ട് ആൾക്കാർ അന്ന് അതിലൊരു ആരാധന വിഷയമായിട്ട് പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് ഈ തരത്തിലുള്ള കൾട്ടുകൾ, കണക്ക് പഠിക്കുന്ന കൾട്ടുകളുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഇതായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ കണക്കിനകത്തൂടെ നമുക്ക് നാളെ സൂര്യൻ എപ്പോഴും ഉദിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സ്പീഡും കാര്യങ്ങളും ഇതെല്ലാം കണക്കിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നിടത്തേക്ക് ലോകം മാറിപ്പോയി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് സൂര്യൻ ഉദിക്കുന്ന എപ്പോഴാണെന്ന്, അപ്പോൾ സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നത് ഇതെല്ലാം പ്രവചിക്കാൻ പറ്റുന്നിടത്തായി. അങ്ങനെയാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു 6000 വർഷം മുമ്പ് തൊട്ടാണ് സുമേരിയൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ കാലത്ത് തൊട്ട് നമുക്ക് ഈ ജ്യോതിഷം എന്ന് അന്ന് അതിന് എന്നാൽ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിനോട് ബന്ധപ്പെട്ട് നിന്നതായിട്ടായിരുന്നു ആദ്യം ജ്യോതിഷം നിന്നിരുന്നത്. അത് വെച്ച് നമുക്ക് ലോകത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രവചിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ എക്ലിപ്സ് പ്രവചിക്കാൻ തുടങ്ങി. അപ്പോൾ ഭൂമി തിരിയുമ്പോൾ ഭൂമിക്കൊരു ചരിവുണ്ട്. ആ ചരിവുള്ളത് കാരണം കൊണ്ടാണ് സീസൺസ് ഉണ്ടായത്. 24 ഡിഗ്രിയിൽ അത് ഇങ്ങനെ തിരിയുന്ന, ഇങ്ങനെ മാറുന്ന പോലെ ഒരു ആട്ടമുണ്ട് ഇതിൻ്റെ ഇങ്ങനെ തിരിയുന്നതിനോടൊപ്പം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇത് ഇങ്ങനെ തിരിയുന്നതാണ് നമുക്ക് സീസണിൻ്റെ കാര്യമായിട്ട് വരുന്നത്. അപ്പോഴാണ് കാലം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 സീസൺ പറഞ്ഞായിരുന്നു.
പണ്ട് ഇത് നമ്മളുണ്ടാക്കുന്ന മുറിവുകളാണ്. അത് അങ്ങനെ മനസ്സിലാക്കണം. ഈ അടയാളങ്ങൾ നമ്മൾ അതേസമയത്ത് യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന 4 സീസണേ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ 6 ഇത് വെച്ചിട്ട് പറയുമ്പം അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അങ്ങനെ നമുക്ക് അളക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കാലം ഗണിച്ചിട്ടാണ് മഴ എപ്പോൾ വരും, മഴ വരാനുള്ള കാര്യം. അപ്പോൾ ഒരു മാസം മുമ്പ് തൊട്ട് പാടമെല്ലാം ഒരുക്കി വിത്തിടാനായിട്ട് റെഡിയാകാൻ പറ്റും, ജ്യോതിഷം അറിയാതെ. കാലം ഗണിക്കാനുള്ള കഴിവ് വന്നപ്പോഴാണ് അതിനുള്ള മാത്തമെറ്റിക്സ് അറിയുന്ന അന്ന് അറിവ് ഒരാൾക്ക് ഒരു വിഭാഗത്തിന് അറിവുണ്ടായാൽ അത് വേറെ ആർക്കും കൊടുക്കത്തില്ല. അല്ല സാർ പറഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ജ്യോതിഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന, ജ്യോതിഷം വിശ്വാസയോഗ്യമാണ്? അതല്ല ഇത് മനസ്സിലായാലേ അത് മനസ്സിലാവുള്ളൂ. ജ്യോതിഷം വെച്ചിട്ട് പ്രവചിക്കാൻ കഴിയുമല്ലോ. അപ്പം നാളെ എങ്ങനെ വരും, എപ്പോൾ സൂര്യൻ ഉദിക്കും, എക്ലിപ്സ് എപ്പോൾ വരും, സീസൺ എപ്പോൾ വരും, എപ്പോൾ മഴ പെയ്യും, ഇതെല്ലാം പറയാൻ തുടങ്ങിയ സമയത്ത് ഈ കാണുന്ന ഗോളങ്ങളെല്ലാം നിലനിന്നുകൊണ്ടാണ് കൃത്യമായിട്ട് ഇതെല്ലാം സംഭവിക്കുന്നതെന്നായിരുന്നു നമ്മളത് കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നതിനും ഇതിൻ്റെ നിലകൾ എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഗ്രഹനില എന്നവർ പറയുന്നത്. ഗ്രഹങ്ങളുടെ നില അനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ നടക്കുന്ന സംഭവങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ടൂളായി ഉപയോഗിക്കുകയാണെന്നല്ല മനസ്സിലാക്കിയത്. ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്ന കാരണം കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നിടത്തേക്ക് മനുഷ്യരെത്തിയതാണ്. അങ്ങനെയാണ് ഈ ജനിക്കുമ്പോൾ ഉള്ള ഗൃഹനില നോക്കി വരാൻ പോകുന്നത് മുഴുവനും കൂടെ അവർ എഴുതി വയ്ക്കാൻ തുടങ്ങിയത്. ഈ ചൊവ്വാദോഷമൊക്കെ ഇത് മുഴുവൻ എഴുതി അങ്ങനെ. ചൊവ്വാദോഷം അതൊക്കെ വിശ്വാസയോഗ്യമാണോ? വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നുള്ളതല്ല. മനുഷ്യർക്ക് ആവശ്യം എന്താണ്? തനിക്ക് നാളെ താൻ എടുത്തിരിക്കുന്ന ലോട്ടറി കിട്ടുമോ എന്ന് അറിയണ്ടേ? നമ്മുടെ ആവശ്യമല്ലേ? താനും തൻ്റെ ഭാര്യയായിട്ടുള്ള വഴക്ക് തീരണമെന്ന് ആഗ്രഹമില്ലേ? നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാനായിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് ഒരാളിരുന്ന് പ്രവചിച്ച് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കും. അപ്പോൾ ഒരാളുടെ പോയി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറയും, നീ ഇന്ന പോലൊക്കെ ചെയ്താൽ കാര്യങ്ങൾ ശരിയാവും എന്ന് പറയുന്നത് വരാൻ പോകുന്നതിനെ പറ്റിയാണല്ലോ ഈ പറയുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കകത്തും ഇതിൻ്റെ റിസൾട്ടായിട്ട് എങ്ങനെ വരും എന്നുള്ള അറിവിനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രവചിക്കാനുള്ള കഴിവ്. അതങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ ആഗ്രഹം എനിക്ക് ലോട്ടറി അടിക്കണം എന്നുള്ള, അടിക്കാനൊക്കത്തില്ലെന്ന് ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ല. നല്ല സാധ്യത ഉണ്ടെന്നുള്ള വാക്കേ പറയുള്ളൂ. കാരണം ഇല്ല കിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കൊടുക്കുന്ന കാശ് വരുമ്പോൾ അടിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്തുകൂടാ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇടയെ നിർത്തും. ഇടയ്ക്ക് നിർത്തി പറയാനായിട്ട് അപ്പുറത്തിരിക്കുന്ന ആളിന്റെ ബലം അനുസരിച്ചിട്ടും അവരുടെ കയ്യിൽ നിന്ന് വരുമാനം അനുസരിച്ചിട്ടും ഇത് സ്വല്പം മാറ്റി പറയുക എന്ന് പറയുന്ന നിലവാരത്തിലാണ് ഈ ആളുകൾ മുഴുവൻ പറയുന്നത്. അതുപോലെ അങ്ങനെ പ്രവചിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഒരു സ്ഥലം വരെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. പ്രവചിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കരുത്. സൂര്യൻ നാളെ ഇത്ര മണിക്ക് ഉദിക്കും എന്നുള്ളത് കൃത്യമാക്കാൻ പറ്റുമല്ലോ. ഒരു മിനിറ്റ് പോലും മാറ്റാതെ പറയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അതേ സമയത്ത് കാണാൻ പറ്റാതായി പോകും. അവിടെ ഒരു മേഘം നിന്നാലേ അത് അറിയേണ്ടതുണ്ട്. ഇതുപോലുള്ള വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ മഴ പെയ്യുന്നത്, വേനൽ വരുന്നത്, അങ്ങനെയല്ലേ നമ്മൾ അത് എന്തായാലും മേയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ അവധിക്കാലം എങ്ങനെ ഉണ്ടാക്കിയത്? അതുകൊണ്ടാണ് പ്രവചിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. പ്രവചിക്കാൻ പറ്റത്തില്ലെന്നല്ല, അത് വിശ്വാസയോഗ്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമൊക്കെ പറയുന്ന ബഹുഭൂരിഷം കാര്യങ്ങൾ ശരിയാകുന്നുണ്ട്. അല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ നമ്മുടെ സ്വന്തം ജീവിതത്തിനകത്തും അത് മുഴുവൻ പറയാൻ പറ്റൂ എന്ന് വിചാരിക്കുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന വേരിയബിൾസ് വലിയ വലുതാണ്. ഇപ്പൊ ഇത് പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ ഒരു മുറിയിലായിരിക്കുന്നത്, മുറിക്കകത്തിരിക്കുന്ന സമയത്ത് ഈ വാതിലിൽ കൂടെ ഇറങ്ങാൻ കണ്ട് ഒരു വാതിലേ ഉള്ളെങ്കിൽ ഒരിക്കലും ആ പ്രവചനം തെറ്റത്തില്ല. കണ്ട് ഒരു വാതിലേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഭിത്തി പൊളിച്ചിറങ്ങാനുള്ള സാധ്യത 99% ഇല്ല. അല്ലെങ്കിൽ ഈ വാതിലിൽ തീ പിടിക്കുകയൊക്കെ ചെയ്താൽ നമ്മളിത് പൊളിക്കുന്നതിനെ പറ്റി അറിയിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. അതുകൊണ്ട് 100% പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ വാതിലൂടെ നിങ്ങൾ പുറത്തിറങ്ങും. ഈ കെട്ടിടത്തിനെ പറ്റി ഇയാൾക്കൊരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പടിയുണ്ട്, ലിഫ്റ്റുണ്ട്. അപ്പോൾ ഇയാൾക്ക് അടുത്തത് പ്രവചിക്കാൻ പറ്റും, ലിഫ്റ്റിലായിരിക്കും നിങ്ങൾ പോകുന്നത്. 99% നിങ്ങൾ പോകും. എന്നിട്ട് നിങ്ങളെ അറിയാവുന്ന ഒരാളാണ്, അറിയണമെന്നല്ലെങ്കിൽ യൗവനമുള്ളതായാലും ആ പടി ചാടി ഇറങ്ങി താഴെ വരെ 4 നില പോകണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഈ ലിഫ്റ്റിൽ കൂടെ പോകും. അതിനും തെറ്റൊന്നും വരത്തില്ല. അവിടെ ഇറങ്ങിയിട്ട് നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുന്ന ആളാണ് ഈ കാലഘട്ടത്തിൽ 90% ആൾക്കാരും വാഹനം ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ വാഹനത്തിൽ പോകുന്നതിന് ഇതെല്ലാം ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ പറയാം. പക്ഷെ ഇവിടുന്ന് ആ ലുലുമാളിൻ്റെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ വഴി ഒത്തിരി ഉണ്ട്. എങ്ങോട്ട് അപ്പോഴാണ് നമ്മുടെ ഈ പ്രവചനത്തിൻ്റെ ആദ്യത്തെ പകുതി കേട്ടാൽ ഇവർക്ക് നമ്മുടെ കാര്യം മുഴുവൻ അറിയാമെന്ന് തോന്നും. അത് അത്രയും കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ളത് വേരിയബിൾസ് കൂടുമ്പോഴാണ് പല വഴികളും പല ദിശയിലേക്ക് വരുന്നതും അവിടെ തൻ്റെ ഒരു കൂട്ടുകാരൻ ആ ജംഗ്ഷനിൽ നിൽക്കുകയും തന്നെ വിളിച്ച് വേറൊരു കാര്യത്തിന് കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ള കാര്യം പ്രവചനത്തിനകത്ത് പറ്റാതെ വരും. ഇതാണ് ഈ വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ജ്യോത്സ്യന്മാരോട് പോകുമ്പോൾ ആദ്യത്തെ തവണ ഭയങ്കര വിശ്വാസമുള്ള ജ്യോത്സ്യ പ്രവചനമായിട്ട് അനുഭവിക്കും. അടുത്ത തവണ നമുക്ക് എല്ലാ കാര്യവും ശരിയാകുന്നില്ലെന്ന് തോന്നിയിട്ട് വീണ്ടും കുറച്ച് ഒരു ശ്രമം നടത്തിയിട്ട് പിന്നെ പറയും ജ്യോത്സ്യനെ മാറ്റാൻ. സ്ട്രൈറ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ സാറേ, ജ്യോത്സ്യന്മാരെ സാറ് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം എന്നുള്ള മാറ്റിയാൽ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഞാൻ ആ ജ്യോത്സ്യന്മാർ ചെയ്യുന്നതിനെ പറ്റിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്യോത്സ്യന്മാരെ വിശ്വസിക്കേണ്ട കാര്യം എനിക്ക് അത്രേ ഉള്ളൂ. അതാണ് അത്രേ ഉള്ളതെന്നല്ല പറയണ്ടേ. പ്രവചിക്കാൻ പറ്റുന്ന കുറേ ഏരിയ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വാന നിരീക്ഷണം അല്ലെങ്കിൽ ഇതുപോലത്തെ കൃത്യമായിട്ട് സയന്റിഫിക്കലി അവർക്ക് ചെയ്തെടുക്കുന്ന ഇതെന്ന് പറയുന്നത് നമ്മുടെ മരണം വരെ ഒരാൾക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് മരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തെറ്റാതെ പറയരുതോ. മരിക്കും, നമ്മളെല്ലാവരും മരിക്കും. പക്ഷെ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് മരിക്കും, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ സുനാമി വരും. അങ്ങനെ കൃത്യമായി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ ഫേക്ക് അല്ലേ. കുറച്ച് ദൂരെ മാറി നിന്ന് കാണുമ്പോൾ തമ്മിലുള്ള കണക്ഷൻസ് കണ്ടിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിനകത്ത് മിക്കവാറും ആൾക്കാർ ഒരു 80 വയസ്സ് എത്തിച്ചേരുമെന്ന് പറയുന്നത് ശരാശരി നമുക്ക് എത്തിക്കുമായിരുന്നു. പണ്ടങ്ങനല്ല. പണ്ട് 60 വയസ്സിന് എന്നാൽ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചിരുന്നവരാ. അപ്പോൾ അതൊക്കെ അങ്ങനെ പറയാൻ. അതുപോലെ കുട്ടികൾ ഒരു 5-6 എണ്ണം ഉണ്ടാകും, കുറേ പേരെ പ്രസവിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും എഴുതുന്നുണ്ടാകത്തില്ല. 2 പേര് ഉണ്ടാകുന്നു. ഇപ്പം വിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. നിങ്ങൾ സ്കൂളിൽ പോകും, നിങ്ങൾ അപ്പോൾ അവിടെ ആകപ്പാടെ ഒന്നീ ആർട്സ് എടുക്കുക അല്ലെങ്കിൽ സയൻസ് എടുക്കുക, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റും. ഇങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ അങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് അങ്ങനെ ഭാവിയെ പറ്റി നമുക്ക് കുറച്ച് കൃത്യമാക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമാ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്, പ്ലെയിനിന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. കാരണം പ്ലെയിൻ വരും, ഇത് മുഴുവൻ ഭാവിയിലല്ലേ പറയുന്നത്. നമ്മൾ ഇന്ന സീറ്റിൽ ഇരിക്കുമെന്നുള്ള കാര്യം നമുക്ക് കൃത്യമാക്കാൻ പറ്റുന്നില്ലേ. നമ്മൾക്ക് ആ സീറ്റിലേ ഇരിക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് എങ്ങനെയാണ്. അപ്പോൾ അതുപോലെ പ്രവചനപരമായിട്ട് ഒത്തിരി ഫ്യൂച്ചർ കണ്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നതിനെയാണ് മനുഷ്യർക്ക് മറ്റ് ജീവികളെക്കാളും കൂടുതൽ ഭാവിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത്. വരും വരായികളെ പറ്റി ഇത് മുഴുവനും ശരിയാക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. നടക്കത്തില്ല. എന്താണ് അങ്ങനെ കഴിയില്ല, കാരണം അതിനു വേണ്ടി വേരിയബിൾസ് വരും. അപ്പം നമുക്ക് അതങ്ങനെ ചെയ്യാനൊക്കത്തില്ല. അപ്പം ജനറലായിട്ട് എല്ലാം ശരിയായി പറയുന്നത്. അപ്പോൾ ജാതകം എടുത്തിട്ട് ജനറലി വായിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്ന തരത്തിൽ ആകെ അവർക്ക് തരാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറും കൂടെ വരുന്ന സമയത്ത് കണക്ക് വളരെ കൃത്യമാക്കാൻ പറ്റും. അപ്പോൾ ഈ അൽഗോറിതം എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ പെരുമാറും എന്ന് കാണാൻ പറ്റും. ഇയാളുടെ സ്വഭാവം, ഇയാളുടെ വീട്, ഇയാളുടെ നാട്, ഇയാളെ പറ്റിയുള്ള ഒരു വിവരശേഖരണം നടത്തി കഴിഞ്ഞാൽ താൻ എങ്ങനെ ചിന്തിക്കുമെന്ന്, എങ്ങോട്ട് പോകുമെന്ന്, അതിനെയാണ് നമ്മൾ സൈക്കോളജിയിൽ നിന്ന് പറയുന്നത്. ഇതെല്ലാം പ്രവചനത്തിൽ ഇപ്പം അതിനേക്കുള്ള അസ്ട്രോളജിയാ സാറ് ശ്രദ്ധിക്കാറുണ്ട്. അത് വേറെ കാര്യം, അത് കൂട്ടിക്കുഴയ്ക്കാതെ ഞാൻ ഈ പറയുന്ന വിഷയം മനസ്സിലാക്കുക. ആളുകൾ അസ്ട്രോളജി പണ്ടേ ഉണ്ടായിരുന്നതാണ്, അതിപ്പോൾ ഉള്ളതല്ലല്ലോ. അവിടേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റി അയാൾ പറയേണ്ടത്. അതിന് അല്ലാതെ അതല്ല. നമ്മളീ പറയുന്ന ഏത് വിഷയവും വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് എങ്ങനെ അനുകൂലമാക്കാൻ പറ്റും എന്ന് പറയുന്നതിനുള്ള അറിവ് സമ്പാദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തരത്തിലുള്ള അറിവുകൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഭൂമി തിരിയുന്നതിനെ പറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയുന്ന അല്ലെങ്കിൽ അസ്തമിക്കുന്നതെന്ന് പറയുന്നുണ്ട്, എക്ലിപ്സിനെ പറ്റി പറയാൻ പറ്റുന്നുണ്ട്, ചന്ദ്രനെ ഉദിക്കുന്നതും അസ്തമിക്കുന്നതിനെ പറയാം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ വേലിയേറ്റവും വേലിയിറക്കവും എല്ലാം നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അവസാനം നമ്മുടെ ജീവിതവും ഇതിനെ പോലെ പറയാൻ പറ്റുമോ എന്ന് കണ്ടെത്തുന്നതിനെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യുമ്പം നമ്മൾ ഈ ഏറ്റവും ചെറിയ യൂണിറ്റിലോട്ട് വരുമ്പം അതിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് അതിനും വേണ്ടി വേരിയബിൾസ് ഉണ്ടാകും, വ്യത്യസ്തതകൾ മറ്റേ മുകളിൽ നിന്ന് കാണുന്നത് പോലല്ല. അപ്പം ദൂരെ നിന്ന് നമ്മൾ ഇപ്പോൾ ഭൂമി കറങ്ങും, ഇത്ര സ്പീഡിൽ പോവും എന്ന് പറയുന്നത് അതിനൊരു ചെറിയ വേരിയേഷൻ. എന്നാൽ ഒരു ദിവസം മില്ലി സെക്കൻഡിൽ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി തിരിയുന്നത്. ഈ മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല. പക്ഷേ 100 കൊല്ലം കഴിയുമ്പോഴത്തേന് അതിന് അർത്ഥം വരും. അപ്പം നേരത്തെ 24 മണിക്കൂറാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ
അത് കഴിഞ്ഞ് 24.4 വർഷം വരുന്നതിൻ്റെ ഇച്ചിരി വരുന്നില്ലേ? അതെ. ഇതുപോലുള്ള ചെറിയ വേരിയേഷൻ വലിയ നീണ്ട കാലയളവിൽ മീനിങ് ഉള്ളതായി മാറും. ഇതാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയാതിരിക്കുന്ന ഒരു പ്രപഞ്ചം കൂടെ ആണെന്ന് അറിയണം. ഇത് അപ്പോൾ ഭൂമിയുടെ തിരിയുന്നതിൻ്റെ സ്പീഡ് കുറയുന്നു എന്ന് ഞാൻ പറയുമ്പം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. അപ്പം അത് നമ്മുടെ ഈ കണക്കിനകത്ത് അറിയാതിരുന്നാൽ ആ വേരിയബിൾ തെറ്റിപ്പോകും. സൂര്യന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, തൊട്ടപ്പുറത്ത് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ സാറ്റേൺ എന്ന വലിയ ഗ്രഹങ്ങളാണ്. അത് ഭൂമിയെ ആകർഷിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുഴുവൻ നമ്മുടെ കണക്ക് വരത്തില്ല. അപ്പം നമ്മൾ ആകെ എടുത്തിരുന്ന ചന്ദ്രനും ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ടായിരിക്കും പലതും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവർ രണ്ടുപേരും അപ്പുറത്തു നിന്ന് നിന്നിട്ട് ഭൂമിയെ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് എപ്പോഴും സംഭവിക്കുന്നതല്ല, വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ആകർഷണശക്തി കൂടും. ഇതേപോലെ ഭൂമിക്കകത്ത്, ഭൂമിയുടെ ഉരുണ്ടിരിക്കുന്ന ഭൂമിക്കകത്ത് ഒരു ഉണ്ട പോലൊരു സ്ഥലമുണ്ട്. അകത്തൊരു ഉണ്ട കിടപ്പുണ്ട്. ഉണ്ടെന്ന് നമുക്ക് പണ്ട് അറിഞ്ഞുകൂടാ. നമ്മളിതൊരു ഒരു ഗോളം, വലിയൊരു കല്ല് കട്ടി പോലെ ഇരിക്കുന്ന പോലെ ആയിരുന്നു നമ്മൾ സങ്കല്പിക്കുന്നത്. അതിൻ്റെ മേളിൽ ഇച്ചിരി കുളത്തിൽ ഇച്ചിരി വെള്ളം നിൽക്കുന്നതായിട്ട് മാത്രം. അങ്ങനെയും ആദ്യമൊക്കെ അങ്ങനെയല്ല, ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഭൂമി എന്നായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പം അകത്തേക്കുള്ള അറിവ് നമുക്ക് തീരെ കുറവായിരുന്നു. അതൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് അകത്ത് നമ്മൾ ഈ ഇരുമ്പ് എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ അതിൻ്റെയൊക്കെ മോളിക്യൂൾ എന്ന് പറയുന്നതിന് ഭാരം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആകർഷണശക്തി ഭൂമിയുടെ സെൻറ്ററിലേക്ക് വരുമ്പോൾ കൂടും. അപ്പോൾ അവിടേക്ക് ഈ സകല ഭാരമുള്ള സാധനങ്ങൾ ഉരുകിക്കിടക്കുന്ന ഒരു വസ്തുവിനകത്ത് ഭാരമുള്ളതെല്ലാം കൂടെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകും. ഇതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന, നമ്മുടെ ഈ കാണുന്ന ഇരുമ്പ്, സ്വർണം, ഇതെല്ലാം ഇതിൻ്റെ നടുവിലൊരു ഉണ്ടയായിട്ട് ഇരിപ്പുണ്ടെന്നുള്ളത് നമുക്കൊരു 20 വർഷമായിട്ടുള്ളൂ ഇതിനകത്തൊരു ഉണ്ടയുണ്ടെന്ന് മനസ്സിലായത്. അത് പിന്നെ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ ഇയാൾ കുഴയും. നമ്മളിപ്പോൾ അതിനകത്ത് പോകുന്നില്ല. പക്ഷെ ഞാനത് പറയുന്നത്, ആ അറിവ് വരുമ്പോൾ എന്താ പറ്റുന്നത്, ആ ഉണ്ട നമ്മുടെ അകത്തു നിന്ന് ഈ ജൂപ്പിറ്ററും സാറ്റേണും ഒക്കെ ആകർഷിക്കുമ്പോൾ ഇത് ലൂസായിരിക്കുന്ന കാരണം കൊണ്ട് ഇതിന് മാറ്റങ്ങൾ ചെറുതായിട്ട് വരും. ചെറിയ മാറ്റങ്ങളാണ്. പക്ഷെ ആ മാറ്റം വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഉരുകിക്കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അഗ്നിപർവ്വതമായിട്ട് പൊട്ടി വരുന്നത്. ഇതിനെല്ലാം വ്യത്യാസം വരും. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ 3-4 കണക്ക് കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അതിനുവേണ്ടി കാര്യങ്ങൾ ഒന്നിച്ചുണ്ട്. ഇതൊന്നും നമുക്ക് എടുക്കാനൊക്കത്തില്ല. അപ്പം നമ്മൾക്ക് ഒരു ജനറൽ നോളജ് വെച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഈ പ്രവചനങ്ങളെല്ലാം. നമ്മുടെ ചികിത്സകൾ ചെയ്യുന്ന സമയത്ത് ശരിയാണെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈ കൊച്ചു സൂക്ഷ്മ ലോകം എന്ന് അങ്ങോട്ട് പറയുന്നിടത്തോട്ട് എത്തിക്കഴിയുമ്പോഴത്തേനും സൂക്ഷ്മ ജീവികളുടെ ലോകമുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന മാറ്റങ്ങളെ പറ്റിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കണക്ക് കൂട്ടലിലും അത് നിൽക്കത്തില്ല. ഇപ്പം നമ്മൾ കൊറോണ വരും എന്ന് നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. അതേസമയത്ത് എല്ലാ വൈറസുകളും ദിവസവും മാറുന്നുണ്ട്. അത് ജീവിക്കാൻ വേണ്ടി നമ്മൾ അവരെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാക്സിനെതിരായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് പോരുത്. അതുപോലുള്ള കാര്യങ്ങൾ ഇത് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ഓർമ്മ വന്നിട്ട് ഓരോന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയുന്ന വിഷയം മനസ്സിലാക്കാൻ പോകും. ഞാനീ പറയുന്നത് ധാരാളം വേരിയബിൾസ് ഉള്ള ഒരു ലോകത്ത് അത്രയും വേരിയബിൾസ് നമ്മൾ എടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അതിനകത്ത് റെഡ്യൂസ് ചെയ്ത്. നീ അതെല്ലാം കൂടെ ശ്രദ്ധിച്ചാൽ നിനക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരാൾ പറയുന്നത് പോലെ അതൊന്ന് മനസ്സിലാക്കണം. കൈ ഒന്ന് കാണിച്ചിട്ട് അല്ലാതെ ആ വണ്ടികളെല്ലാം നിന്നതിന് ശേഷം റോഡ് ക്രോസ് ചെയ്യാമെന്ന് ഒരാൾ പഠിപ്പിച്ചു പോയാൽ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതായി പോകും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്, കൈ ഇങ്ങനെ അങ്ങോട്ട് കാണിക്കും, ഞാൻ അങ്ങനെ നടക്കാൻ പോവുകയാണെന്ന് കാണിക്കുമ്പോൾ മറ്റുള്ളവർ ബ്രേക്കും കൂടെ ചവിട്ടണ്ടേ. അങ്ങനെ ചവിട്ടിയാണ് നമ്മൾ അപ്പുറത്ത് പോകുന്നതെന്ന് അറിയണം. അതല്ലാതെ വണ്ടി ഇടതുവശത്ത് നോക്കി വലതുവശത്ത് നോക്കി നിങ്ങൾ ക്രോസ് ചെയ്യാവൂ എന്നൊക്കെ പറയുമ്പോൾ വൺ വേക്കുള്ള റോഡിൽ പോയി നിന്നിട്ട് ഇടതുവശത്തോട്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അത് ചെയ്യും ആൾക്കാർ. അങ്ങനെയാണ് വിശ്വാസികൾ ഉണ്ടാകുന്നത്. വിശ്വാസി ഉണ്ടായി പോകുന്നത് അങ്ങനെയാണ്. ഒരു കാര്യമില്ലാതെ വൺ വേ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇടതുവശത്തോടെ തൊട്ട് മാത്രം ഒരു വണ്ടി ഓടിക്കണ്ടേ, അപ്പുറത്ത് ചെന്നതിന് ശേഷമേ വലതുവശത്തോട്ട് വണ്ടി ഓടത്തുള്ളൂ. ഇതറിഞ്ഞുകൂടാതെ പണ്ട് കാലത്ത് പഠിപ്പിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ആചരിക്കുന്നതിനടുത്താണ് ഈ പറയുന്ന പ്രശ്നം വരുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ച പോയിൻ്റ് അതുമല്ല. ഞാൻ പറയാൻ പറ്റുന്നത് ധാരാളം വേരിയബിൾസ് ഉള്ള ഒരു സ്ഥലത്ത്, വ്യത്യസ്തതകൾ പലത് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ജനറൽ നോളജ് മാത്രമാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അതാണ് പ്രവചിക്കുന്നതും ചെയ്യുകയും ചെയ്യുന്നത്. അതിനകത്ത് ഈ തരത്തിലുള്ള മാറ്റങ്ങൾ എന്നും വരും. അപ്പം നമുക്ക് പിന്നെ നമ്മൾ എടുക്കുന്നത് എന്താണ്, ഒരു 80% വരെ ശരിയാകുമെങ്കിൽ ഇത് സ്വീകരിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഈ വീടൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഭൂമി കുലുങ്ങാൻ സാധ്യതയുണ്ട്. ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ
ഈ പ്ലേറ്റ് ടെക്ടോണിക് എന്ന് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന പ്രശ്നത്തിനെയാണ് നമ്മൾ ഈ പറയുന്ന ഭൂകമ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തൊക്കെ സാധാരണഗതിയിൽ അതിനൊരു അളക്കുന്ന സാധനമുണ്ട്, റിച്ചർ സ്കെയിൽ എന്നാണ് പറയുന്നത്. റിച്ചർ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 7 മേപ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ തീവ്രത കൂടും. ഒരു 1,00,000 വർഷമൊക്കെ കൂടുമ്പോഴെന്ന് പറഞ്ഞാൽ ഇന്ന് വന്നാൽ നാളെ വരത്തില്ല എന്നുള്ള അർത്ഥമല്ല. ഇപ്പോഴും അർത്ഥമുണ്ട്. നമ്മൾ പറയുമ്പോൾ ഒരു 1,00,000 വർഷത്തിനകത്ത് ചിലപ്പോൾ 10 വരെ പോകുന്ന ഒരു ഭൂമി കുലുക്കം ഉണ്ടായിരുന്നു. എന്നാൽ 10ന് മേളിൽ പോയിട്ടുള്ള സമയമുണ്ട്. പക്ഷെ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ അറിയാറില്ല. അങ്ങനെ വരുന്ന ഒരു പ്രശ്നം നമ്മൾ കണക്കിലെടുക്കാതായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വീട് വയ്ക്കുന്നത് നമ്മളൊരു 7 തൊട്ട് 9 വരെയുള്ള റിച്ചർ സ്കെയിലിൽ വരുന്ന കുലുക്കത്തിനെ നേരിടാൻ ബലമുള്ള വീടുണ്ടാക്കും. പക്ഷെ പിറ്റേ ദിവസം തന്നെ 11 അടിച്ചു പോയാൽ പണി കഴിഞ്ഞു പോകും. അതേ സമയത്ത് 7 വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് അടുത്ത് 1,00,000 വർഷവും 7 പോലും അടി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നടന്നു പോകും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, നിങ്ങൾ ഈ പറഞ്ഞവർ പറയുന്നതൊന്നും ശരിയല്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചില്ല, എൻ്റെ 10 തലമുറ ജീവിച്ചിട്ട് ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടായിട്ടില്ല, പിന്നാണ് നിങ്ങളിപ്പോൾ വന്ന് പറയുന്നത് ഭൂമി കുലുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ കറക്റ്റാക്കാനൊക്കെ അതിനു വേണ്ടി കാര്യങ്ങളുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബന്ധപ്പെട്ട് സാർ കൊറോണയുടെ ഒരു കാര്യം പറഞ്ഞു. അതുപോലെ ഇതുമായിട്ട് തന്നെ നമുക്ക് ഭൂമി കുലുക്കത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ. ഇനിയിപ്പോൾ ഭയങ്കര വിഷയത്തിൽ അറിയാലോ, മഴക്കാലം വന്നാൽ മുല്ലപ്പെരിയാറാണ് ചർച്ച. അതിൻ്റെ അകത്ത് സാർ എന്താണ് ഈ കൊറോണയും മുല്ലപ്പെരിയാറും 2 ദുരന്തങ്ങളായിട്ട് തന്നെ കൂട്ടുക? മുല്ലപ്പെരിയാറും വലിയൊരു എന്താ പറയുക സായിപ്പ് കെട്ടിയ ഒരു കയ്യാൽ തന്നെയാണ് ഇപ്പം 150 വർഷം. അതും നമ്മൾ ഇത് വെച്ച് തന്നെ പറയണമല്ലോ, അത് ഒരു പണി കഴിപ്പിച്ച വ്യക്തി, അതിനെക്കുറിച്ച് ആത്യന്തികമായി പഠിച്ച് ഈ ചുണ്ണാമ്പുകലും അതും ഇതും എല്ലാം കൊണ്ട് പണി കഴിപ്പിച്ച വ്യക്തി തന്നെ അതിന് പറയുന്നത് 50 വർഷമാണ് ആയുസ് പറയുന്നത്. സാറ് പറയുന്നത് ശാസ്ത്രമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി ഞാൻ പറയുന്നത് 50 വയസ്സ് ആയുസ് പറഞ്ഞ ഒരു സാധനം ഇപ്പം നിലവിൽ 135 വർഷമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണല്ലോ. അപ്പം അവിടെ ശാസ്ത്രം തോറ്റു ഇല്ല. പിന്നെന്താ സംഭവിച്ചത് അവിടെ? അത് മുഴുവൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുന്നതിനുള്ള സിസ്റ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ 50 വർഷം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബലപ്പെടുത്താതിരുന്ന ഒരു ലോകത്തിരുന്ന് പറയുന്നതാണ്. ആളുകൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, ജ്യോതിഷക്കാരൻ പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് പറയുവാണെങ്കിൽ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നതിന് ശേഷം മരിക്കും എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ 1000 മരുന്ന് കണ്ടുപിടിച്ച്, വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ബാക്ടീരിയ മുഴുവൻ പോകുമെന്ന് കണ്ടുപിടിച്ച്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ കണ്ടുപിടുത്തങ്ങൾ ഈ ആദ്യം പറയുന്ന സമയത്തില്ല. ഇപ്പം ഈ എന്താണ് ആ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചുണ്ണാമ്പുകല്ലും ഇതും വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഡാം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അതിൻ്റെ ബലം പരിശോധിക്കാനായിട്ട് വേറൊരു മെക്കാനിസമായ ഉണ്ടാക്കുന്നവർക്കില്ല. പക്ഷേ അങ്ങനല്ല, നമുക്ക് സോണോഗ്രാം എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് അതിനെ നോക്കും. അപ്പോൾ വെള്ളത്തിനടിയിലൂടെ പോയി നോക്കാം. പിന്നെ വെള്ളത്തിൽ മുങ്ങി ഇത് മുഴുവൻ പരിശോധിക്കാൻ ഇന്ന് പറ്റും. പണ്ടാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് നേരം പോലും വെള്ളത്തിനടിയിലോട്ട് താന്നിരിക്കാനൊക്കത്തില്ല. ഇന്ന് അങ്ങനെയല്ല, ശാസ്ത്രം വികസിച്ചു. അതുപോലുള്ള വളർച്ചകളുടെ ലോകം വന്നതുകൊണ്ടാണ്, ഇതേ ശാസ്ത്രത്തിന്റെ തുടർച്ചയിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഈ ഉണ്ടാക്കിയ ആളിന് പരമജ്ഞാനി ആയതുകൊണ്ട് ഉണ്ടാക്കിയതല്ല, അയാൾക്ക് അങ്ങനെ അറിയില്ല.